ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് 2 തരത്തിൽ പേപ്പർ റോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ മുന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും വളരെ എളുപ്പമാണ്, കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് കളർ പേപ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് പേപ്പർ റോസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 10 സെൻറ്റിമീറ്റർ അളവിലാണ് സ്ക്വയർ ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ഫ്ലവറിൻ്റെ ആകൃതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിവർത്തുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 4 എണ്ണം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യത്തേതിൽ നിന്നും ഒരു ഇതൾ മാത്രം കട്ട് ചെയ്തെടുക്കുക. രണ്ടാമത്തേതിൽ നിന്ന് 2 ഇതൾ, മൂന്നാമത്തേതിൽ നിന്ന് 3 ഇതൾ, അതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കിതെല്ലാതും ഇതേപോലെ ചേർത്തൊന്ന് ഒട്ടിക്കണം. ജോയിന്റ് ചെയ്ത് ഒട്ടിക്കുക. ഇതളുകളെല്ലാം ചേർത്ത് ജോയിന്റ് ചെയ്ത് ഒട്ടിക്കുക. എല്ലാം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ചെറുതായിട്ടൊരു ഹോള് വേണം. അപ്പോൾ ബാക്ക് സൈഡിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. വല്ലാണ്ട് വലിയ ഹോളൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതെല്ലാതും കൂടി ഒന്ന് ചേർത്ത് ഫ്ലവർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ കത്രിക ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഇതളുകളെല്ലാം പുറകിലേക്ക് ഒന്ന് ഇതേപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇതളുകളെല്ലാം ചേർത്ത് ഒട്ടിക്കണേക്കാൾ മുന്നേ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ചെയ്യുന്നതാണ് എളുപ്പം. ഞാൻ അപ്പോൾ ചെയ്യാൻ മറന്നുപോയി, വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഇനി അല്ലാതെ നമ്മളിതാ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതളുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഓരോന്നും നല്ല ഭംഗിയിൽ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഉണങ്ങുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ഒരു തണ്ടും പിന്നെ ഇലയൊക്കെ വെട്ടിയെടുക്കാം.
അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പേപ്പർ റോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലിപ്പം കുറവിൽ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ 10 സെൻറ്റിമീറ്റർ ചാനൽ എടുത്തത്, അത് നിങ്ങൾക്ക് ഒരു 8 or 7 ഒക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ചെറിയ റോസ് ഫ്ലവർ ഉണ്ടാക്കാം. അത് ഇതിനേക്കാളും ഒന്നും കൂടി ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് അടുത്ത മെത്തേഡും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് വലുപ്പത്തിൽ എടുക്കുക, എന്നാലാണ് ഒരു ഭംഗി ഉണ്ടായിരിക്കുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ആ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ചുറ്റി എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ആ വരച്ചു കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, അത് അടിയിലേക്ക് പിടിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പൂവുണ്ടാക്കുമ്പോൾ കറക്റ്റ് ആ വരച്ചത് അങ്ങോട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ അതൊരു അഭംഗിയായിരിക്കും. അപ്പോൾ അത് അടിയിലേക്ക് പിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ചുരുട്ടിയെടുക്കാം. ഇപ്പോൾ അവസാനം നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഒരുപാട് ക്രാഫ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ വാൾ ഡെക്കർ ആയാലും പിന്നെന്താ ഫോട്ടോ ഫ്രെയിം ആയാലും അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈസി ഫ്ലവർ ആണ് കേട്ടത്. അപ്പോൾ ഇതിനും നമ്മൾ നേരത്തെ പോലെ ഒരു തണ്ടും ഇലയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ 2 ടൈപ്പ് പേപ്പർ റോസസ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. ഫ്ലവേഴ്സിലൊക്കെ പല കളേഴ്സിലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കുറേ കൊച്ചു കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരെല്ലാം പേര് വായിക്കുകയാണേ. സിനി, അനീഷ്, രജ്നീസ, ആതിര, ആദി DIY ക്രാഫ്റ്റ്സ് ആൻഡ് ഓൾ ചാനലാണ് കേട്ടോ അത്. ശോഭാസ് കിച്ചൺ, സഫ, ഗൗരി ലക്ഷ്മി, റിയ ജോയ്, റസീന, ഷാജി, അമൃത, നേഹ, സന്തോഷ്, അച്ചു, ആദികൃഷ്ണ, ആദിലക്ഷ്മി, അമേയ, എസ് രാജ്, ആര്യനന്ദ, അനന്തു, ഖദീജ, ഷിറിൻ, ബഷീർ MP, ഗൗരി, റിസ, റാബി, അനുരാഗ്, ശ്വേത, ശ്രേയ, അൻഷി, ഹംല, പിന്നെ നിത, ലക്ഷ്മി. എല്ലാവർക്കും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ കൂട്ടുകാരുടെ പേര് വായിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് വന്നൊരു കമൻറ്റാണ്, ആരാന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഇതെന്താ അറ്റൻഡൻസ് എടുക്കാണോന്ന്. അപ്പോൾ അത് നല്ലൊരു തമാശയായിട്ട് എനിക്ക് തോന്നി അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും പേര് വായിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമമൊന്നും വിചാരിക്കരുത്, താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങളും എന്നെ തിരിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.